റിവൈവൽ ഫയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും ഇന്നുവരെ ബൈബിൾ പ്രിന്റ് ചെയ്തിട്ടില്ലാത്ത ഭാഷകളിലും ബൈബിൾ ലഭ്യമല്ലാതായ ഭാഷകളിലും ബൈബിൾ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്ന ശുശ്രൂഷയാണ് പ്രധാനമായും ഫിയാത്ത് മിഷൻ ചെയ്യുന്നത്. അക്കാര്യങ്ങളെല്ലാം നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന മിഷൻ മേഖലകളിൽ നേരിട്ട് ചെന്ന് അവിടെ താമസിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാണ് ഫിയാത്ത് പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒറീസയിലെ കാണ്ടമാരിൽ വിശ്വാസികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ കാലഘട്ടത്തിൽ അവിടുത്തെ മിഷൻ പുനരാരംഭിക്കാൻ ചങ്കുറപ്പോടെ മുന്നോട്ട് വന്നത് ഫിയാത്ത് മിഷണറിമാർ ആയിരുന്നു. എവിടെയെല്ലാമാണോ സഭ പീഡിപ്പിക്കപ്പെടുന്നത്, ആ പീഡിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വേഗം എത്രയും പെട്ടെന്ന് ചെന്ന് അവിടെ ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാനുണ്ടാവും. കാന്തമാലിൽ ഇഷ്യൂ 2007 തുടങ്ങിയപ്പോൾ 2008 ഇഷ്യൂവിന് മുന്നായിട്ട് 2008 സാമിയെ കൊല്ലുന്നതൊക്കെ മുന്നായിട്ട് നമ്മളവിടെ ചെന്ന് അവിടെ മധ്യസ്ഥവാദം തുടങ്ങി. പിന്നെ 2008 ഈ സാമിയുടെ സമയത്ത് തന്നെ ബിഷപ്പായിട്ട് സംസാരിച്ച് നമ്മളവിടെ മധ്യസ്ഥവാദത്തിന് കാന്തമാലിന് അടുത്തൊരു സ്ഥലത്ത് ആ രൂപതയിൽ മധ്യസ്ഥവാദം നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ അവിടുത്തെ ഒറിയ ഭാഷയിലുള്ള ബൈബിൾ നമ്മളാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു രൂപതയിൽ ബാലസോർ എന്ന് പറഞ്ഞ രൂപതയിൽ ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ വളരെയധികം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭുവനേശ്വർ കട്ടക്ക് രൂപതയിൽ പല ധ്യാനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബറാംപൂർ രൂപതയിലെ അച്ഛന്മാർക്ക് 2 പ്രാവശ്യം നമ്മൾ ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഹോൾ ഓഫ് ഒറീസയിലത്തെ സെമിനാരിയൻസിനും ഡീക്കൻസിനും വേണ്ടിയിട്ടുള്ള ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സെമിനാരികളിലും നമ്മൾ ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒറീസയിൽ. ഇത് നമ്മൾ മധ്യസ്ഥവാദത്തിലൂടെ ആരംഭിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവ് നമ്മൾ വളർത്തിയിട്ടുണ്ട്. തുടക്കം മധ്യസ്ഥവാദത്തിലാണ്. അതിനുശേഷം കർത്താവ് ഓരോ വാതിലുകൾ തുറന്നു തന്ന ശുശ്രൂഷകൾ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഒറീസയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് സെൻറ്റർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോട് കൂടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അൽമാർക്ക് വേണ്ട ബൈബിൾ കോളേജ് വലിയൊരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നം ഇപ്പോൾ ഒറീസയിൽ കടന്നു വരാൻ പോവാണ്. അതിൻ്റെ പണി ആരംഭിച്ചു, കർത്താവ് നടത്തിക്കൊണ്ടിരിക്കും. ഫിയാത്ത് മിഷണറിമാർ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുന്ന സ്ഥലങ്ങളെ പരിശുദ്ധാത്മാവ് അവർക്കായി ഏൽപ്പിച്ചു കൊടുത്തു. പലയിടങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് പരിശുദ്ധാത്മാവ് ഇവരുടെ ശുശ്രൂഷയെ സാക്ഷ്യപ്പെടുത്തുകയും വളർത്തുകയും ചെയ്തു. പലയിടത്തും ധ്യാന കേന്ദ്രങ്ങളും ആരംഭിക്കാൻ സാധിച്ചു. ഇവാഞ്ചലൈസേഷൻ ത്രൂ ഇൻ്റർസെഷൻ, ഇതാണ് എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നത്. ഇവാഞ്ചലൈസേഷൻ എല്ലാം തുടങ്ങുന്നതും ഇൻ്റർസെഷനിലൂടെയാണ്. അതുപോലെ തന്നെ ഇൻ്റർസെഷനിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളതും. ഞാൻ നവീകരണത്തിന് കടന്നു വന്ന് അല്ലെങ്കിൽ മുഴുവൻ സമയം സുശേഷകനായതിനു ശേഷം ഒരു വർഷത്തിന് മേലെ മുഴുവൻ സമയം ആരാധനയിലായിരുന്നു. ഭാരത സുശേഷകർക്ക് വേണ്ടിയും ലോക സുശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന പോലെ തന്നെ ഞങ്ങളുടെ എല്ലാ സെൻറ്ററുകളിലും മധ്യസ്ഥവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാ സമയവും പ്രാർത്ഥനയുണ്ടായിരിക്കും. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ഞങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ള 34 സെൻറ്റേഴ്സിലും ഇൻ്റർസെഷനാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളതെല്ലാം അതിന് ശേഷം വരുള്ളൂ. ഇൻ്റർസെഷനിലൂടെ തുടങ്ങും, മറ്റു കാര്യത്തിലേക്ക് കടന്നു പോകും. അതേപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ കമ്മം ഡയസിറ്റിൽ നമ്മൾ മധ്യസ്ഥവാദം തുടങ്ങുമ്പോൾ അവിടുത്തെ പിതാവായിട്ട് ബന്ധപ്പെട്ട് ഒരു മലയാളി ബിഷപ്പാണ് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവിടെ ബിഷപ്പ് ഹൗസിന് ഉള്ളിൽ തന്നെ മധ്യസ്ഥവാദത്തിനുള്ള അവസരം തന്നു. അങ്ങനെ ഞങ്ങൾ മധ്യസ്ഥവാദം നടത്തി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ അച്ഛന്മാരുടെ ധ്യാനം നടത്തണമെന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛന്മാരുടെ ധ്യാനം നടത്താനുള്ള അനുവാദം തന്നു. അങ്ങനെ ഇപ്പോൾ ആന്ധ്രയിൽ മാത്രം പല രൂപതകളുടെയും അച്ഛന്മാരുടെ ധ്യാനം നടത്തിയിട്ടുള്ള ഫിയാത്ത് മിഷനാണ്. അത് അല്ലാതെ തന്നെ സ്വന്തമായിട്ട് ആന്ധ്രയിൽ ഇപ്പോൾ ധ്യാനമന്ദിരമായി ഫിയാത്ത് മിഷന്. തെലുങ്ക് ഭാഷയിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല. ആ ബൈബിൾ പ്രിൻ്റ് ചെയ്യാനുള്ള അനുവാദം നമുക്ക് വന്ന് നമ്മൾ ബൈബിൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തുടങ്ങിയത് മധ്യസ്ഥവാദത്തിൽ തുടങ്ങി. അതിനുശേഷം ധ്യാനങ്ങളും ബൈബിളും ധ്യാനമന്ദിരവും അങ്ങനെ ആ ശുശ്രൂഷ ഉയർന്നുകൊണ്ടിരിക്കണം. അവിടെയുള്ള ലോക്കൽസായിട്ടുള്ള ശുശ്രൂഷകർ വരെ ഫിയാത്ത് മിഷനോട് ചേർന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 10 പേരോളം, അതായത് തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലൊക്കെ ഏകദേശം 10 പേരോളം ഫുൾ ടൈമേഴ്സായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. എപ്പോഴും എല്ലാ മാസവും തന്നെ ധ്യാനങ്ങളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ പല സ്ഥലങ്ങളിലും മധ്യസ്ഥവാദത്തിനായിട്ട് ആരംഭിക്കും. പിന്നെ അതിന് ശേഷം അവിടുത്തെ ബൈബിളിൻ്റെ കാര്യങ്ങളായിരിക്കാം, ധ്യാനങ്ങളായിരിക്കാം, എല്ലാ തരത്തിലും വളർത്തുന്നവർ കണ്ടിട്ടുണ്ട്.
ഫിയാത്ത് മിഷണറിമാർ ചെന്നുചേരുന്ന സ്ഥലങ്ങളിൽ തീക്ഷ്ണതയുള്ള യുവജനങ്ങളെ മിഷൻ പ്രവർത്തനത്തിൽ പരിശീലനം നൽകി ഉൾഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന രീതി സ്വീകരിച്ചത് ഭാഷയുടെ അതിർവരമ്പുകളെ മറികടക്കാൻ സഹായിച്ചു. പ്രാർത്ഥന, വചനപഠനം, സഭാചരിത്രം തുടങ്ങി വിവിധ മേഖലകളിൽ ഇവർക്ക് പരിശീലനം നൽകി ഇവരിലൂടെ മിഷൻ രൂപതകളുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു. ഞങ്ങൾ ഒറീസയിൽ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജുകളിൽ, അത് പ്രത്യേകിച്ച് ലോക്കൽ ട്രൈബുകളിലേക്ക് സുവിശേഷം കൊടുക്കാൻ എളുപ്പം അവിടുത്തെ ആൾക്കാരെ സുവിശേഷവൽക്കരിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തുടങ്ങിയത് അവിടുത്തെ ലോക്കൽ ട്രൈബുകളിലത്തെ ഫസ്റ്റ് ട്രെയിനിങ്ങൾ നടത്തുന്നത് ഒറിയയിലാണ്. ലോക്കൽ ട്രൈബിലെ ആൾക്കാർ, പല കുയി ഉണ്ട്, സന്താൾസ് ഉണ്ട്, അങ്ങനെ ആ ട്രൈബിലത്തെ എല്ലാ ആൾക്കാരെ വിളിച്ചു വരുത്തി ഒറീസയിൽ തന്നെ പല റീജിയനിൽ നിന്നുള്ള ആൾക്കാരെടുത്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് 3 മാസം ട്രെയിനിങ് ആയിരുന്നു, ഹൗ ടു ഇവാഞ്ചലൈസ് പീപ്പിൾ. അങ്ങനെ ആ 3 മാസം ട്രെയിനിങ്ങിന് ശേഷം ആ സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ ചെറിയ ഗോത്രവർഗ്ഗങ്ങളിലൊക്കെ പോയി സുവിശേഷം കൊടുക്കാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ അതിന് ശേഷം നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ നടത്തി. അങ്ങനെ 25 പേരെയാണ് ഞങ്ങൾ സാധാരണ ട്രെയിനിങ്ങിന് എടുക്കുക. ആ ട്രെയിനകത്ത് 14 ഭാഷ സംസാരിക്കുന്ന 14 ട്രൈബൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരെ ഒന്നിച്ച് വന്നിട്ടാണ് നോർത്ത് ഈസ്റ്റിലത്തെ ആദ്യത്തെ ട്രെയിനിങ് നടത്തിയത്. അങ്ങനെ അവരെ ട്രെയിൻ ചെയ്ത് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ അവിടെ പോയി സുവിശേഷം പറയത്തക്കവണ്ണം അവരാണ് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആ സ്ഥലങ്ങളിലെ സുവിശേഷത്തിന് അവരാണ് സഹായിക്കുക. പിന്നെ അവർ ഫിയാത്തിന് കൂടെ ചേരുന്നവരുണ്ട്. അവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മധ്യസ്ഥമാത്രയോടെ ഞങ്ങൾ സഹായിക്കും. പിന്നെ പോകുന്ന സ്ഥലങ്ങൾ ധ്യാനിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ശുശ്രൂഷകളിൽ സഹായിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം 20 ബാച്ച് ട്രെയിനിങ് നടത്തി കഴിഞ്ഞു. ഇപ്പോൾ 21ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേകർ വന്ന് 25 പേരാണ് മാക്സിമം ഉണ്ടാവുക. തെലുങ്കിൽ, ഒറിയയിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, അങ്ങനെ 4 ഭാഷകളിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അത് വൺ ആഫ്റ്റർ വൺ, ഒരെണ്ണം കഴിഞ്ഞാൽ പണ്ണ അടുത്ത് തുടങ്ങും. അങ്ങനെ ആ തരത്തിൽ ആ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരിശീലനങ്ങൾക്ക് വലിയ ഫലം നൽകി പരിശുദ്ധാത്മാവ് ഇവരെ നയിച്ചു. ഉത്തരേന്ത്യയിൽ വച്ചും പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ കേരളത്തിൽ കൊണ്ടുവന്നും വിശ്വാസ ജീവിത പരിശീലനം നൽകുന്നുണ്ട്. ഒറീസയിലാണ് ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് ആരംഭിച്ചത്. അതൊരു 3 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ്ങിൽ ഏതാണ്ട് 25ഓളം വരുന്ന യുവജനങ്ങൾ ഒറീസയിലെ പല രൂപതകളിൽ നിന്നും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനായിട്ടിടയായി. അവർക്ക് സഭയുടെ അടിസ്ഥാന പഠനങ്ങൾ പഠിപ്പിച്ചു. ബൈബിളിനെ പറ്റി പഠിക്കാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ് അവർ ഭാരതത്തിൻ്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഇവരെ പ്രാർത്ഥിക്കാനായിട്ടും ശുശ്രൂഷകൾ ചെയ്യാനായിട്ടും പറഞ്ഞു വിട്ടു. അതിന് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടായി. ഈ 2009 തുടങ്ങിയ ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം ഏതാണ്ട് 25ഓളം ട്രെയിനിങ്ങുകൾ വ്യത്യസ്ത ഭാഷകളിൽ നമ്മൾ ചെയ്തു. കേരളത്തിൽ പുറത്ത് ഉള്ള രൂപതകളിൽ അച്ഛന്മാരുടെ വലിയൊരു ദൗർബല്യമുണ്ട്. അപ്പോൾ അവിടെ ടീസ്റ്റർമാർക്ക് അവിടെ വേണ്ടത്ര പരിശീലനങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഫിയാത്ത് മിഷൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒത്തിരിയേറെ പേര് പല ഗ്രാമങ്ങളിലും കാറ്റീസ്റ്റുമാരായിട്ട് വർക്ക് ചെയ്യാനായിട്ടിടയായി. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് പല ഗ്രാമങ്ങളിലും ചെറിയ ധ്യാനങ്ങളും ശുശ്രൂഷകളും ചെയ്യാനായിട്ടിടയായി. അത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ടിടയായി. അതുപോലെ തന്നെ ഈ ഫിയാത്ത് മിഷൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒത്തിരി പേര് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒന്നുകിൽ അവിടുത്തെ സഭയ്ക്ക് ബൈബിള് കിട്ടാനായിട്ടിടയാകുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവിടെ ഒരു ധ്യാനകേന്ദ്രം തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സഭയിൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കാനൊക്കെ ഇടയായത്. ഒത്തിരിയേറെ പേര് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കുറേ പേര് സഭയിലേക്ക് കടന്നു വരാനും ഇതിനെ സഭ വളരെ കാര്യമായിട്ട് സ്വീകരിക്കാനുമായിട്ടിടയായി. ഇങ്ങനെ ട്രെയിനിങ് നടത്തുമ്പോൾ ഇതിന് പ്രായോഗികമായിട്ട് കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കടന്നു വരുന്ന വ്യക്തികൾ പല ഭാഷക്കാരായിരിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് ട്രെയിനിങ്ങിൽ ഏതാണ്ട് 15 സംസാര ഭാഷക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊടുക്കുന്ന മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് ഈ ഭാഷ വലിയൊരു തടസ്സമാണ്. കടന്നു വരുന്ന വ്യക്തികൾ ചിലപ്പോൾ അവിടെ വേണ്ടത്ര സ്കൂളുകളില്ല. അതുകൊണ്ട് അവർ സ്കൂളുകളിൽ പോകാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഈ ട്രെയിനിങ് നടത്തുമ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇവർക്കത് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ട്രെയിൻ ചെയ്യുന്ന ഞങ്ങൾക്കും മറ്റ് പലർക്കും
അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് എല്ലാം ക്രമീകരിക്കുന്നുണ്ടായിരുന്നു. കേരള സഭയ്ക്ക് മിഷൻ മേഖലകളെ അടുത്തറിയാനും മിഷണറി ദൈവവിളികൾ ഉണ്ടാകാനും മിഷനെ സഹായിക്കാനും ഇടയാക്കുന്ന ഒരു പുത്തൻ ആശയം പരിശുദ്ധാത്മാവ് ഫിയാത്തിന് നൽകി. അങ്ങനെ മിഷൻ കോൺഗ്രസ് എന്ന പേരിൽ ഒരു മിഷൻ എക്സിബിഷൻ ഇവർ ഒരുക്കി. ലയോ 13 മാർപ്പാപ്പ ഭാരതത്തിന് ഒരു മിഷൻ ആഹ്വാനം നൽകിയിരുന്നു. അതിപ്രകാരമാണ്: ഭാരതമേ, നിൻ്റെ രക്ഷ നിൻ്റെ സന്താനങ്ങളിൽ. ഈ ഒരു ആഹ്വാനം വളരെ വലിയ ആവേശത്തോടെ സ്വീകരിച്ച സഭയാണ് കേരളത്തിലെ കത്തോലിക്ക സഭ. ഇവിടെ നിന്ന് ആയിരക്കണക്കിന് മിഷണറിമാർ, വൈദികരും സമർപ്പിതരും ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഫലമായിട്ട് ഭാരതം മുഴുവനിലും ഇപ്പോൾ ക്രൈസ്തവരുടെ സാന്നിധ്യമുണ്ട്. ആ ഒരു പ്രേക്ഷിത ആഹ്വാനം ഇന്ന് കൂടുതൽ അന്വർത്ഥമാകുകയാണ് നമ്മുടെ പ്രേക്ഷിത പ്രസ്ഥാനങ്ങളിലൂടെ. അതിൽ ഫിയാത്ത് മിഷൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിയാത്ത് മിഷനോട് ഇപ്പോൾ വളരെയേറെ വിശ്വാസികളും സമർപ്പിതരായിട്ടുള്ള വൈദികരും സന്യാസിനികളും സഹോദരന്മാരും അതുപോലെ തന്നെ വൈദിക മേലധ്യക്ഷന്മാരുമെല്ലാം സ്നേഹത്തോടെ സമീപിക്കുന്നതും ചേർന്ന് പ്രവർത്തിക്കുന്നതും. ഇപ്പോൾ ഈ ഫിയാത്ത് മിഷന് കേരളത്തിലെ, ഭാരതത്തിലെ സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ട്. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഇതിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. സൂറ മലബാർ സഭയും ഈ ഫിയാത്തിനെ സ്വന്തം പോലെയാണ് കരുതുന്നത്. കാരണം ഫിയാത്ത് മിഷൻ സഭയുടെ തന്നെ ചൈതന്യം ഉൾക്കൊണ്ടിരിക്കുന്നു. തിരുവചനം സ്വീകരിക്കുകയും അത് പ്രഘോഷിക്കുകയും അതിൻ്റെ സൽഫലങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യമാണ് ഫിയാത്ത് മിഷൻ്റേത്. മിഷനിലത്തെ കാര്യങ്ങൾ ഇവിടെ എത്ര പറഞ്ഞിട്ടും കാര്യങ്ങൾ മനസ്സിലാകാതെ വന്നപ്പോൾ എങ്ങനെ മിഷനെ കേരള സഭയെ പരിചയപ്പെടുത്തും, അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പരിശുദ്ധാത്മാവ് തന്നൊരു ആശയമാണ് ഒരു മിഷൻ കോൺഗ്രസ് എന്നുള്ള പ്രോഗ്രാം. അതായത് കേരളത്തിന് പുറത്തുള്ള ഡയസിസുകൾ അവരുടെ ഡയസിസുകളിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ആ ഡയസിസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേരള സഭയെ കാണിക്കാനായിട്ട് ചെറിയ ചെറിയ സ്റ്റോളുകളായിട്ട് തിരിച്ച് ഒരു എക്സിബിഷനുണ്ട്. എക്സിബിഷനകത്ത് ഓരോ രൂപതകൾ വന്ന് അവരുടെ രൂപതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു എക്സിബിഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ പല കോൺഗ്രിഗേഷൻസ് 100-100 സ്റ്റോൾസിൻ്റെ ഉള്ളിൽ ഇവർ വന്ന് അത് മിഷനിലത്തെ രൂപതകൾ കേരള സഭയെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം. ഞങ്ങൾ ഇതിലൂടെ ചെയ്യുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കേരള സഭയ്ക്ക് എങ്ങനെയെല്ലാമാണോ മിഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവർ കണ്ടെത്താൻ പറ്റാറുണ്ട്. പലരും സെമിനാരിയൻസിനെ പഠിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവിടെയുള്ള മിഷനിലുള്ള പള്ളികൾ പണിയാന്ന് വെച്ചാൽ ഒരു വില്ലേജ് ചാപ്പൽ പണിയാന്ന് വെറും 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു പള്ളിപ്പണി കഴിയും. ഇവിടെ നമ്മൾ കോടികൾ ചിലവാക്കിയാൽ പോലും ഒരു പള്ളി പണിയാൻ പറ്റാത്ത സമയത്ത് 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു സാധാരണ കൊച്ചു പള്ളി പണിയാൻ പറ്റുന്ന മിഷൻ സ്റ്റേജിലെ പള്ളികൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഫിയാത്ത് മിഷൻ തന്നെ ഈ ഒരു മിഷൻ കോൺഗ്രസ്സിലൂടെയും ഞങ്ങളുടെ മാഗസിനിലൂടെയും എല്ലാം ആയിട്ട് 60-ന് മേലെ പള്ളികൾ പണിത് കൊടുക്കാൻ മിഷൻ ഏരിയയിലെ പള്ളിപ്പണികൾ പണിത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന പോലെ എല്ലാ കാര്യങ്ങളും കേരള സഭയിൽ നിന്ന് മിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ദൈവ വിളികൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവവിളികൾ അധികമാണ്, അതേസമയം മിഷനിലാണെങ്കിൽ വളരെ കുറവാണ്. മിഷനിലുള്ള കോൺഗ്രിഗേഷൻസിനാണെന്നുണ്ടെങ്കിലും വളരെ കുറവ് ദൈവവിളിയാണുള്ളത്. അത് വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാം മിഷൻ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളാണ്. മിഷനെ പരിചയപ്പെടുത്തുക, മിഷനെ സ്നേഹിക്കാൻ പറ്റുക, മിഷനെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇതൊക്കെയാണ് മിഷൻ കോൺഗ്രസിനെ കുറിച്ചുള്ള ലക്ഷ്യങ്ങൾ. ഈ എക്സിബിഷന് ആർക്കും കടന്നു വരാം, എല്ലാം ഫ്രീ ആണ്. ഈ മിഷൻ കോൺഗ്രസിനുള്ളിൽ തന്നെ എക്സിബിഷൻ ഉണ്ടാവും, പല ചെറിയ ചെറിയ പ്രോഗ്രാമുകളുണ്ടാവും, ധ്യാനങ്ങളുണ്ടാവും, മിഷനെ കുറിച്ചുള്ള ധ്യാനങ്ങൾ, മിഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള 1 ഡേ പ്രോഗ്രാംസ്, മിഷനെ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ട ചെറിയ ചെറിയ ഓരോ ഹാളുകളിലും വെവ്വേറെ പ്രോഗ്രാമുകൾ, പല പേരുകളിൽ പല ടോപ്പിക്സിന് ആസ്പദമാക്കിയിട്ടുള്ള പല പ്രോഗ്രാമുകളൊപ്പം നടക്കും. മിഷനെ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ് മിഷൻ കോൺഗ്രസ്.
ദൈവം തെരഞ്ഞെടുത്ത് വിളിച്ചവരുടെ ഓരോ കാര്യത്തിലും അവിടുത്തെ പരിപാലനയുടെ കരം ദൃശ്യമാണ്. മുഴുവൻ സമയ മിഷണറിയായി മാറിയതിനു ശേഷം സ്വീറ്റ്ലി ജോർജിന്റെ വിദേശയാത്രകൾക്ക് വിസയുടെ കാര്യത്തിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലാണ് നടന്നത്. കർത്താവിൻ്റെ വലിയൊരു അത്ഭുതം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് വിസകളുടെ കാര്യം. ഫിയാത്ത് മിഷനുള്ള എല്ലാവരുടെയും വിസകളുടെ കാര്യം. എൻ്റെ തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നത് വെറും 17,000 രൂപയാണ്. വേറെ അസറ്റുകൾ കാണിക്കാനായിട്ട് എൻ്റെ വീടിൻ്റെ ആധാരം മാത്രമാണുള്ളത്. മലയാളത്തിലായിരുന്നു എംബസി പോണ സമയത്ത്. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് ആക്കി. പക്ഷേ അവിടേക്ക് പോണ സമയത്ത് ഞാൻ എടുക്കാൻ മറന്നു. അങ്ങനെ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വേറെ ഷെയർ സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ സ്വത്ത് കളിക്കാനായിട്ട് വേറെ ഒന്നുമില്ല എൻ്റെ ഇല്ല. ആകെയുള്ളത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, 17,000 രൂപയുടെ മാത്രം. ടിക്കറ്റിനുള്ള പൈസ പോലും ഇല്ല. എനിക്കാണെങ്കിൽ കുറച്ച് സഭാകമ്പൊക്കെ ഉള്ള ആളാണ്. എംബസി ചെന്നു, ചോദിച്ചു. ആദ്യത്തെ ചോദ്യമായിരുന്നു സ്പോൺസറിൻ്റെ പേര് ചോദിച്ചു. എന്തോ ഞാൻ ആ ചോദ്യത്തിൽ തന്നെ ഞാൻ ആകെ വിറച്ചു. എനിക്ക് സ്പോൺസറിൻ്റെ പേര് പറയാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് 10 വർഷത്തേക്കുള്ള അമേരിക്കൻ വിസ അടിച്ചു കിട്ടി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പൈസയില്ല, ഫ്രീക്വൻറ്റ് ഫ്ലയർ അല്ല, ഒന്നുമല്ല. 10 വർഷത്തേക്ക് അമേരിക്കൻ വിസ കിട്ടി. അതുപോലെ ഷെങ്കൻ വിസ, യൂറോപ്പിലേക്ക് യൂറോപ്യൻ യൂണിയനിൽ പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വിസ. പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. എല്ലാം പോണ ഡേറ്റ് തൊട്ട് തിരിച്ചു വരുന്ന ഡേറ്റ് വരെയുള്ള വിസയിലാണ് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ അവസാനം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 5 വർഷത്തേക്കാണ് ഷെങ്കൻ വിസ അടിച്ച് കിട്ടിയിട്ടുള്ളത്. സാധാരണ ഷെങ്കൻ വിസ മൾട്ടി മില്യനേഴ്സിന്, ബിസിനസ്സുകാർക്ക് വരെ 1 ഇയർ കിട്ടുക. എനിക്കധികം ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്ത എനിക്ക് കിട്ടിയത് 5 വർഷത്തേക്കാണ്. എല്ലാവർക്കും അത്ഭുതമാണ്, എനിക്കും അത്ഭുതമാണ്. കർത്താവ് എങ്ങനെയാണ് എനിക്ക് 5 വർഷത്തേക്കുള്ള ഷെങ്കൻ വിസ അടിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കർത്താവിനെ എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവ് അടിച്ചത്. ഇതേപോലെ സിറിയയ്ക്കുള്ളത്, സിറിയയിലെ ആഭ്യന്തര യുദ്ധം നടക്കുന്നതുകൊണ്ട് അവിടേക്ക് ഒരു ടൂറിസ്റ്റിനെയും അല്ലെങ്കിൽ ഒരാൾക്ക് പോലും അങ്ങനെ കടന്നു വരാൻ എളുപ്പമല്ല. അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യം റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഞാനായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ബിഷപ്പ് എനിക്ക് വേണ്ടി സിറിയയിലത്തെ പ്രസിഡൻ്റായിട്ട് സംസാരിച്ച് പ്രസിഡൻ്റ് ഡയറക്റ്റ് അടിച്ചു തന്ന വിസയാണ് എൻ്റെ. കേരളത്തിലുള്ള ഈ ഫിയാത്ത് മിഷനെ കുറിച്ച് ആർക്കും തന്നെ അറിയാത്ത ഈ കൊച്ചു മിനിസ്ട്രിക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തലവൻ നേരിട്ടിടപെട്ട് അടിച്ചു തന്ന വിസ സിറിയയിലേക്കുള്ളത്. എന്നെപ്പോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കുള്ള വിസകൾ. അത് കർത്താവിൻ്റെ വലിയൊരു അത്ഭുതമാണ്. വിസ ശരിപ്പെടുത്തി നൽകിയ കർത്താവ് വിമാന ടിക്കറ്റും കൂടി സൗജന്യമായി നൽകി. ഫിയാത്ത് മിഷണറിമാരുടെ ആഭ്യന്തരവും രാജ്യാന്തരവുമായ വിമാനയാത്രകൾക്ക് ദൈവം ഒരു സ്പോൺസറെ ഒരുക്കിക്കൊടുത്തു. മിഷൻ പ്രവർത്തനങ്ങളെ എത്രമാത്രം വാത്സല്യത്തോടെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് ഇവർ ഇതിലൂടെ തിരിച്ചറിഞ്ഞു. ഇതേപോലെ 2014 എനിക്കൊരു മെയിൽ വന്നു. ബ്രദറിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഞാൻ സ്പോൺസർ ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ച് മറുപടി വിട്ടു, എനിക്ക് കുറേ അധികം ഫ്ലൈറ്റ് ടിക്കറ്റ് യാത്രകളാണ്. നോ പ്രോബ്ലം ബ്രദർ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ കെനിയ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ കെനിയയ്ക്ക് വേണ്ട ടിക്കറ്റ് ഇന്ന ഡേറ്റിൽ പോകണം, ഇന്ന ഡേറ്റിൽ തിരിച്ചു വരണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു. 2 മണിക്കൂറിനുള്ളിൽ കെനിയയ്ക്കുള്ള ടിക്കറ്റ് വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഈ ആഴ്ച വരെയുള്ള എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റ്സും സ്പോൺസർഡാണ്. ലോകത്തിലെ ഏത് എയർപോർട്ടിൽ നിന്ന് ഏത് എയർപോർട്ടിലേക്കും, ലോകത്തിലെ ഏത് എയർപോർട്ടിൽ നിന്ന് ഏത് എയർപോർട്ടിലേക്ക്, ഏത് എയർലൈൻസിലും പോകാനുള്ള ഡേറ്റും സ്ഥലവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടിക്കറ്റ് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വാത്സല്യം അനുഭവിച്ച് മുന്നേറുന്ന ഫിയാത്ത് മിഷന് മുന്നിൽ കുറുക്കുവഴികളൊന്നുമില്ല. ആത്മാവിൽ നിറഞ്ഞ് തീക്ഷ്ണതയോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുക, വിശുദ്ധിയിൽ ജീവിക്കുക. കുഞ്ഞിനെ പോലെ ദൈവത്തിന് മുന്നിൽ ശാഠ്യം പിടിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം വിട്ടിറങ്ങി വരുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഇതാണ് ഫിയാത്ത് മധ്യസ്ഥ പ്രാർത്ഥന ടീം അംഗങ്ങളുടെ അനുഭവം. ഇപ്പോൾ മിഷൻ യാത്രയ്ക്ക് തന്നെ പോകാൻ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ബ്രദർ ഞങ്ങളുടെ ഓഫീസിലായിരിക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിനാണെങ്കിലും ആള് പെട്ടെന്ന് നടക്കേണ്ട കാര്യമാണെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾക്ക് ഒച്ച കേൾക്കാം, ആള് റൂമിൽ കൂടെ നടന്ന് സ്തുതിച്ച് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം, എന്തായാലും ഞങ്ങളടുത്ത് വന്ന് പറയും
33 വിശ്വാസ പ്രമാണം, അതാണ് മെയിനായിട്ട് പറയുക. എന്തായാലും എല്ലാവരും കൂടി മധ്യസ്ഥ പ്രാർത്ഥനക്കാരും മാത്രമല്ല ഓഫീസിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയും. അത്രയും തിരക്ക് പിടിച്ച ജോലിയിലുള്ളവരാണെങ്കിൽ അവരെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കി ഓഫീസ് വർക്ക് ചെയ്യുന്നവരും മധ്യസ്ഥ പ്രാർത്ഥനക്കാരും എല്ലാവരും കൂട്ടി ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി, ഒരുപക്ഷെ ഞങ്ങൾക്ക് കാര്യമൊന്നും അറിയില്ല എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും ബ്രദർ പറയാറില്ല. ഒരു കാര്യം ഇപ്പം നടക്കേണ്ടതുണ്ട്, അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ 33 വിശ്വാസ പ്രമാണം പെട്ടെന്ന് തന്നെ പറഞ്ഞ് ബ്രദർ ഇത് അവസാനിപ്പിക്കുക. ഞങ്ങൾ മുമ്പ് എല്ലാവരും വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഏതൊരു ആവശ്യം, ചിലപ്പോൾ ബൈബിളിൻ്റെ ആയിരിക്കാം, മറ്റ് മിഷൻ യാത്രകൾക്ക് വേണ്ടിയായിരിക്കാം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ക്രമീകരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്ന തിരുവചനം പറയുന്നു. അത് ഞങ്ങളുടെ ഫിയാത്ത് മിഷനിൽ സംഭവിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. പോളേട്ടാ, ഈ ലോകത്ത് ലഭിക്കുമായിരുന്ന എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൂടെ തനിച്ചിരിക്കാൻ വേണ്ടി 33 വയസ്സുകാരനായ ഒരു തച്ചൻ എല്ലാ രാത്രികളിലും തനിയെ മലമുകളിലേക്ക് കയറി പോകുമായിരുന്നു. ഈ കിട്ടുമെന്ന് ഉറപ്പുള്ളതല്ല വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ആ തച്ചൻ്റെ പുറകെ ഒരിക്കലെങ്കിലും ഒന്ന് മല കയറണം, ഒറ്റയ്ക്ക്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് ഫിയാത്ത് മിഷൻ വലിയ പ്രാധാന്യം നൽകുന്നു. യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഭാരത സുവിശേഷവൽക്കരണം ലക്ഷ്യം വെച്ചുള്ള പ്രോഗ്രാമുകളും ഹിന്ദി, ഒറിയ തുടങ്ങിയ ഭാഷകളിൽ വിശുദ്ധ കുർബാനയും ആരാധനയും സംപ്രേഷണം ചെയ്ത് മാധ്യമ മേഖലയിൽ ഫിയാത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാകുന്നുണ്ട്. ഈ അടുത്ത നാളുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ 10,000 നെഞ്ചിലേറ്റിയ പുണ്യാളൻ വെബ് സീരീസ് ഫിയാത്ത് മീഡിയയുടെ സൃഷ്ടിയാണ്. ദൃശ്യമാധ്യമ രംഗത്ത് ഫിയാത്ത് മിഷൻ്റെ ശുശ്രൂഷകൾ നടക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഒറിയ ഭാഷകളിലായി 4 യൂട്യൂബ് ചാനലുകൾ ഫിയാത്ത് മിഷനുണ്ട്. അതിനു പുറമെ മലയാളത്തിൽ തന്നെ ഫിയാത്ത് റേഡിയോ എന്ന പേരിൽ മറ്റൊരു യൂട്യൂബ് ചാനൽ നമുക്കുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഫിയാത്ത് മിഷൻ്റെ ഒറിയ യൂട്യൂബ് ചാനലിൽ വിശുദ്ധ കുർബാന ലൈവായിട്ട് ടെലികാസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം 4 മണിക്ക് ഹിന്ദി യൂട്യൂബ് ചാനലിൽ ഹിന്ദി കുർബാന ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. 5 മണി മുതൽ 6 മണി വരെ ദിവ്യകാരുണ്യ ആരാധനയും ഹിന്ദി ചാനലിൽ ലഭ്യമാണ്. അനുദിന തിരുവചനവും ചെറിയ ധ്യാന ചിന്തകളും തുടങ്ങി ചെറുതും വലുതുമായ നിരവധി പ്രോഗ്രാമുകൾ ഫിയാത്ത് മിഷൻ്റെ 5 യൂട്യൂബ് ചാനലുകളിലും ലഭ്യമാണ്. ഫിയാത്ത് മിഷൻ്റെ മലയാളം യൂട്യൂബ് ചാനലിൽ പുണ്യാളൻ എന്ന പേരിൽ ഒരു വെബ് സീരീസ് ലഭ്യമാണ്. ഏകദേശം 8 എപ്പിസോഡുകൾ ഇതിനോടകം വിജയകരമായിട്ട് പൂർത്തിയായി പ്രേക്ഷകരുടെ നിന്നും വളരെ നല്ല അഭിപ്രായങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെറുതും വലുതുമായ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പുണ്യാളൻ വെബ് സീരീസിന് സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഫിയാത്ത് മിഷൻ ഇന്ന് ഉപയോഗിക്കുന്ന ഓഫീസുകളും വാഹനങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ വ്യക്തികൾ സൗജന്യമായി നൽകിയതാണ്. ഒരു വാഹനം പോലും പണം ചെലവാക്കി വാങ്ങിക്കേണ്ട സാഹചര്യം ഇവർക്കുണ്ടായിട്ടില്ല. ആവശ്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് ഓരോ കാര്യങ്ങളും ദൈവം ഒരുക്കി നൽകുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇവരുടെ ഓരോ ദിനങ്ങളും. ഫിയാത്ത് മിഷൻ്റെ ആദ്യത്തെ ഓഫീസൊക്കെ എടുക്കുന്നത് 2007 ആ സമയത്തുള്ള നമ്മുടെ ശുശ്രൂഷകളുടെയും എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കാനായിട്ട് ഒരു മാസം മാക്സിമം വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച ആവശ്യം വരുന്നത് 2000, 2500 അല്ലെങ്കിൽ 3000 രൂപ. അതിന് മേലെ ഒരാഴ്ച ആവശ്യമില്ല. അന്ന് കർത്താവ് നടത്തിയിരുന്നു. അങ്ങനെ ഒരു മാസം ഒരു സമയത്ത് ഞാൻ ഓഫീസിലേക്ക് പറയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും ഫിയാത്ത് മിഷൻ 1000 വെച്ച് നടക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം മനോഹരമായിട്ട് ചെയ്യാന്നുള്ളത്. 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. അന്ന് തന്നെ ചിലർ ചിരിച്ചു. കാരണം വെച്ചാൽ സംഭവിക്കാത്തൊരു കാര്യമാണല്ലോ എന്നല്ല. അത് കഴിഞ്ഞു അതൊക്കെ വളരെ സിമ്പിളായിട്ട് നടന്നു. അതിനുശേഷം ഞാൻ ഓഫീസിലേക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം ഫിയാത്തിന് എല്ലാ ദിവസവും 10,000 രൂപ കിട്ടുന്ന മുതൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അന്നും കുറച്ച് പേര് ചിരിച്ചു. പക്ഷേ കർത്താവ് നടത്തി തന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ ലക്ഷം വെച്ച് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പോൾ ഫിയാത്ത് മിഷൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 1,00,000 മേലെയാണ് ഓരോ ദിവസത്തെയും ടേൺ ഓവർ. കർത്താവ് ആ തരത്തിൽ ഫിയാത്ത് മിഷനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്.
ഇനി ഫിയാത്ത് മിഷൻ്റെ വണ്ടികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറീസയിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് 100 കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും കാലത്ത് ബസ്സിനകത്ത് കയറി രാത്രിയാണ് ആ സ്ഥലത്തേക്ക് എത്തുക. 100 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 100 കിലോമീറ്റർ യാത്ര ചെയ്യാൻ മാക്സിമം 2-2.5 മണിക്കൂർ ഉണ്ടായാൽ മതി. ഇത് അവിടെ കാലത്ത് കയറി രാത്രി എത്തുള്ളൂ. അപ്പോൾ ഒരു 100 കിലോമീറ്റർ അകലുള്ള സ്ഥലത്തേക്ക് ശുശ്രൂഷിക്കാൻ പോകുകയെന്നുണ്ടെങ്കിൽ പോയി വരാൻ തന്നെ 2 ദിവസം വേണം. ഇത് അപ്പോൾ ഞങ്ങൾക്ക് അവിടേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങൾക്കൊരു ഏറ്റവും ചെറിയ വണ്ടി, അത് ഞങ്ങൾ ഏറ്റവും മിനിമം ആയിട്ട് കർത്താവിനോട് ചോദിച്ചത്, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറവ് വണ്ടിയായിട്ടുള്ള ഓമിനി വാൻ സെക്കൻഡ് ഹാൻഡ് 10-30,000 കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങൾക്കൊരു ചെറിയ വാഹനം ഞങ്ങൾക്ക് തരണം, ഒരു ഓമിനി വാൻ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾക്ക് കർത്താവ് ഒറീസയിൽ ഞങ്ങൾക്ക് തന്നത് ആന്ധ്രയിലുള്ള ഒരു ശുശ്രൂഷക ഒരു വ്യക്തി ഞങ്ങൾക്ക് തന്നത് സ്കോർപ്പിയോ ഒരു വണ്ടിയാണ്. ഏറ്റവും നല്ല വണ്ടി. ഒറീസയിലേക്ക് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചാൽ ഏറ്റവും നല്ല വണ്ടി. പ്രൈസലോ. അത് കഴിഞ്ഞ് ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയപ്പോൾ ആദ്യ സമയത്ത് ട്രെയിനിലായിരുന്നു. പിന്നെ മറ്റ് ഇതുകളൊക്കെ ആയി ലോറി വിളിച്ചു തുടങ്ങി. ആ സമയത്ത് പാറ്റ്ന എന്നൊരു സഹോദരൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ലോറി തരാം. ഞാൻ പിന്നെ ഏത് കാര്യത്തിനും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അന്ന് തന്നെ അപ്പോൾ ഡ്രൈവറായിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവറായിട്ട് വരാൻ പറഞ്ഞു. 2 ഡ്രൈവർമാരായിട്ട് ഞാൻ ട്രെയിനിൽ കയറി അവിടേക്ക് എത്തി അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഫിയാത്ത് മിഷന് വേണ്ടി നാഷണൽ പെർമിറ്റ് പുതിയൊരു വണ്ടി മേടിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശരിയാക്കി വെച്ചേക്കാണ്. അങ്ങനെ ഫിയാത്ത് മിഷൻ ഒരു ലോറി, നാഷണൽ പെർമിറ്റ് വണ്ടി, ബൈബിൾ കൊണ്ടുപോകാൻ മാത്രമായിട്ട്, പിന്നെ അനേകം വണ്ടികൾ എല്ലാ ഓഫീസുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വണ്ടികൾ. എന്താണ് ആവശ്യം? പ്രാർത്ഥിക്കേണ്ട ആവശ്യം കൂടി ഇല്ലാത്ത പറഞ്ഞ പോലെ ഏത് ഓഫീസിലേക്കും, ഇപ്പോൾ ആന്ധ്രയിലേക്കാണെങ്കിൽ ആന്ധ്രയിൽ വണ്ടിയുണ്ട്, ഒറീസയിലേക്ക് എവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന അവിടേക്ക് എല്ലാം ആവശ്യമായിട്ടുള്ള വണ്ടികളെല്ലാം ഞങ്ങൾ ഇതുവരെ ഒരൊറ്റ വണ്ടി പോലും ഞങ്ങൾ മേടിച്ചിട്ടില്ല, സ്ഥലം ഞങ്ങൾ മേടിച്ചിട്ടില്ല, എല്ലാം ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെ കയ്യൊപ്പാന്ന് മനസ്സിലാക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴി ശരിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് കർത്താവിൻ്റെ കയ്യൊപ്പ്. ഓരോ സമയങ്ങളിലും കർത്താവ് തരുന്ന ഓരോ വസ്തുക്കളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവിൻ്റെ നടത്തിപ്പ്. പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്തുയർത്തിയ ഫിയാത്ത് മിഷണറിമാരുടെ അനുഭവങ്ങൾ നമ്മെ വളരെയേറെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ കാലഘട്ടത്തിൻ്റെ അനുഗ്രഹമായി മാറാൻ നമ്മെയും ആത്മാവ് പ്രചോദിപ്പിക്കുന്നുണ്ട്. അലസമായി കഴിയാൻ ഇനി അധിക സമയമില്ല. ഉണർന്ന് ജാഗ്രതയോടെ ദൈവാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്ക് കാതോർക്കാം. വീണ്ടും മറ്റൊരു മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം.